ഹായ് ഹലോ നമസ്കാരം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് പല വീഡിയോകളും നമ്മുടെ ചാനൽ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാലും പല ആളുകളും പിന്നെയും സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്, അതായത് 2026 വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. RSBY കാർഡ് അതല്ലെങ്കിൽ PMJY കാർഡ് എന്നത് സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ ചെലവുകളെ ഗണ്യമായി കുറയ്ക്കുന്നതിന് സഹായകരമായ ഒന്നാണ്. RSBY കാർഡ് അതല്ലെങ്കിൽ PMJY കാർഡ് ഉള്ള ആളുകൾക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ചെലവ് വന്നാൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകും. ഒരു സമയത്ത് മൊത്തം ചെലവുകളും തന്ന് കിട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പകുതി അതല്ലെങ്കിൽ 1/4 ക്യാഷ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അതൊരു വലിയ സഹായകരമാണ്. ആദ്യകാലങ്ങളിൽ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് ഈ ഒരു സഹായം ലഭിച്ചിരുന്നത്. അന്ന് RSBY കാർഡ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ 5 ആളുകളും ഒരു പ്രത്യേക സെൻറ്ററിൽ പോയി ഫോട്ടോ എടുത്ത് അവർക്ക് ലഭിച്ചിരുന്ന ഒറ്റൊരു കാർഡാണ് RSBY കാർഡ്. അതിൽ മുതിർന്ന അംഗത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടത് PMJY ആയി കൺവേർട്ട് ചെയ്ത സമയത്ത് എല്ലാവർക്കും സെപ്പറേറ്റ് കാർഡ്, 5 ആൾ എന്നതിന് പകരം ആ റേഷൻ കാർഡ് എത്ര ആളുകളുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് കാർഡ് നൽകിയിരുന്നു. എന്നാൽ 2019 ശേഷം അതിൻ്റെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. അന്ന് ആർക്കൊക്കെ സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സ, അതായത് RSBY കാർഡ് അതല്ലെങ്കിൽ PMJY കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. സെപ്പറേറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് അതെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ നിലവിൽ RSBY കാർഡ് സെപ്പറേറ്റ് കാർഡ് ഉള്ള ആളുകളും അതുപോലെ എടുക്കാനുള്ള ആളുകളും നേരിട്ട് ചെന്ന് ഫിംഗർ പ്രിൻ്റ് വഴി അവർക്കും എടുക്കാവുന്നതാണ്. നമ്മുടെ പുതിയ അറിയിപ്പ് അതല്ല. കുറച്ച് മുൻപ് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് PMJY കാർഡിൻ്റെ അണ്ടറിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് എടുക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. 5 ലക്ഷം വരെയുള്ള ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിട്ടുള്ളതാണ് 60 വയസ്സ് കഴിഞ്ഞ, നേരത്തെ 70 വയസ്സ് കഴിഞ്ഞവർക്കായിരുന്നു. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉടൻ വരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഉടൻ തന്നെ വരുന്നതാണ്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ചികിത്സാ ആനുകൂല്യം കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിലും പുറത്ത് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഹോസ്പിറ്റലുകളിൽ ലഭിക്കുവാൻ ആകുന്നതേ ഉള്ളൂ. അതിനു മുന്നോടിയായി 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ആധാർ കാർഡിലും അതുപോലെ റേഷൻ കാർഡിലുമെല്ലാം പേര് ഒരുപോലെ തന്നെയാണ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ 10 വർഷത്തെ പുതുക്കൽ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ തിരക്ക് കുറഞ്ഞ സമയമായതിനാൽ തന്നെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റർ, കേരളത്തിൽ അത് കൂടുതലുള്ളത് അക്ഷയ സെൻറ്ററുകളിലാണ്. അക്ഷയ സെൻറ്ററിൽ പോയി ആധാർ 10 വർഷത്തെ പുതുക്കിയിട്ടുണ്ടോ, അതുപോലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ആധാറിലും റേഷൻ കാർഡിലുമൊക്കെ ഒരുപോലെയാണോ പേരെന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള എല്ലാ ആളുകളും ആധാറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ആവശ്യമാകുന്ന സമയത്ത് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കുകയുള്ളൂ. ഫോണിലേക്ക് OTPയും അതുപോലെ ഫിംഗർ പ്രിൻറ്റും ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായും തിരക്ക് കുറഞ്ഞ ഈ ഒരു സമയത്ത് അക്ഷയ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിലോ പോയി നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കിടത്തി ചികിത്സയ്ക്ക് മാത്രമേ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നുള്ളൂ എങ്കിലും ചില പ്രത്യേക ചികിത്സക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി കണ്ണിൻ്റെ തിമിര ശസ്ത്രക്രിയ തുടങ്ങിയവർക്ക് കിടത്തി ചികിത്സ ഇല്ലെങ്കിലും, അതായത് രാവിലെ വന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആകുന്ന സമയത്താണെങ്കിൽ പോലും മുഴുവൻ പൈസയും ലഭിക്കുന്നില്ലെങ്കിലും അതിൽ 4/1 അതല്ലെങ്കിൽ 3/1 ക്യാഷ് ലഭിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇതുവരെ ഇല്ലാത്ത ആളുകൾക്ക്, അതായത് 5 ആൾ വെച്ചുള്ളതോ അതല്ലെങ്കിൽ ഇതുവരെ സെപ്പറേറ്റ് കാർഡ് ഇല്ലാതെ ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക്, നിലവിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് വരുന്ന സമയത്താണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ്
2019 ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കാത്ത ആളുകൾക്കും അവർക്കും ഇനി പുതുതായി എന്നാണോ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്നത് ആ സമയത്ത് മാത്രമേ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മുൻപ് മറ്റു വീഡിയോകളിൽ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ, അതായത് അവരുടെ ഭർത്താവിൻ്റെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ്. അതിനവർ മാരേജ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇവിടുത്തെ റേഷൻ കാർഡിൽ പേര് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള പല ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അക്ഷയ വഴി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അപേക്ഷിക്കാം, അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള എല്ലാ മെസ്സേജുകളും തെറ്റായിട്ടുള്ളതാണ്. കാരണം പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് 2019 ശേഷം കേരളത്തിൽ വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുറന്നു ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോവേഡിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.